ടോപ്പിൽ നിൽക്കുവാണ്. ഈ കൊലകൊമ്പന്മാരായിട്ട് നിങ്ങൾ എങ്ങനെയാണ് ഫൈറ്റ് ചെയ്യുന്നത്? അതിനുള്ള ഊർജം എന്താണ്? ഭരണഘടനയാണ് ഞങ്ങളുടെ മാനിഫെസ്റ്റോ, അതാണ് ഊർജം. അനിൽ സാർ, ഇപ്പോൾ ഈ ബാക്കിയുള്ള എല്ലാ ന്യൂസ് ചാനലിൽ നിന്ന് അവരുടെ മുഖമായ ഓരോ ആൾക്കാരെയാണ് നിങ്ങൾ അടർത്തി കൊണ്ടുവന്നത്. അപ്പം അവിടെ ഒരു ഭയങ്കര ഒഴിവായി ഇപ്പോൾ അവിടെ. പക്ഷേ അവർ നിങ്ങൾക്കെതിരെ എന്തെങ്കിലും ഹെൽത്തി അല്ലാത്ത കോമ്പറ്റീഷൻ വരുമോ? പേടി, അങ്ങനെ എന്തെങ്കിലും പേടി ഉണ്ടാവോ? ഞാനൊരു ഇന്ത്യൻ പൗരനല്ലേ, ജീവിക്കണ്ടേ? അതവിടെ അതിനുള്ള എന്നെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള നിയമങ്ങളും കാര്യങ്ങളും ഈ ഇന്ത്യയിൽ ഉണ്ട്. അതിൽ ഞാൻ വിശ്വസിക്കുന്നുമുണ്ട്. പിന്നെ ഞാൻ ഇപ്പോൾ എൻ്റെ ടീമിനോട് പറഞ്ഞു, ഞാൻ ഒരു ചാനലിലും ഇതൊരു കോമ്പറ്റീഷനായിട്ട് കൊണ്ടുവരുന്ന ചാനൽ. എനിക്ക് ന്യൂസിൽ കോമ്പറ്റീഷൻ ഇല്ല. ന്യൂസ് എത്ര മാധ്യമങ്ങൾ വന്ന്, പ്രിൻ്റ് ആയാലും സോഷ്യൽ മീഡിയ ആയാലും ന്യൂസ് ചാനലായാലും എത്രയൊക്കെ മാധ്യമങ്ങൾ കൂടുതൽ വരുന്നത് നല്ലതാണ്. ഒരു പ്രശ്നത്തെ കൂടുതൽ ഒച്ചത്തിൽ സംസാരിക്കുമ്പോൾ, കൂടുതൽ നോയ്സ് ഉണ്ടാക്കുമ്പോൾ ആ ശ്രദ്ധിക്കപ്പെടേണ്ടവരുടെ അതിലേക്ക് വേഗമെത്തും. അപ്പം മറ്റു മാധ്യമങ്ങളും അതിൻ്റെ ഭാഗമാണ്. ഞങ്ങൾ വരുന്നത് അതിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ അത് സൊസൈറ്റിക്ക് നല്ലതാണ് എൻ്റെ അഭിപ്രായം. അല്ലാതെ ഇതൊരു കോമ്പറ്റീഷനല്ല. ന്യൂസ് കൊടുക്കുന്ന ഒരു കോമ്പറ്റീഷനല്ലല്ലോ. അൺഫോർച്യുനേറ്റ്ലി നമ്മളിന്ന് അങ്ങനെ കാണുന്നുണ്ട് ഇതൊരു കോമ്പറ്റീഷനായിട്ട്. എന്തിനാണ് ന്യൂസ് കൊടുക്കുന്നതിൽ കോമ്പറ്റീഷൻ? നമ്മൾ 10 ചാനൽ കൊടുത്തിട്ടും ആൾക്കാർക്ക് തികയുന്നുണ്ടോ? ഒരു ചാനലുള്ള ദൂരദർശനിലെ അരമണിക്കൂർ ന്യൂസ് ബുള്ളറ്റിനിൽ നിന്നാണ് നമ്മളിപ്പോൾ 10 ചാനലിൽ 24 മണിക്കൂർ റൺ ചെയ്യുന്ന 3.5 കോടിയുള്ള ഈ നാട്ടിൽ നമ്മൾ ചെയ്യണത്. കൂടാണ്ട് സോഷ്യൽ മീഡിയയും കൂടാണ്ട് 10-12 പത്രങ്ങളും അല്ലേ? അപ്പോൾ ഇത്രയും മാധ്യമങ്ങൾ ഇവിടെ ചെയ്യുന്നത്, ഏതെങ്കിലും മാധ്യമം പൂട്ടിപ്പോയത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? 1-2 മാധ്യമങ്ങൾ പൂട്ടിപ്പോയിട്ടുണ്ടാവും. അത് എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങളാവും. വേറെ ഒരു മാധ്യമവും പൂട്ടിപ്പോയിട്ടില്ല. ഉണ്ടോ? കേരളത്തിൽ തുറന്ന ഒരു മാധ്യമവും പൂട്ടിപ്പോയിട്ടില്ല.